പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് സ്വതന്ത്രനായ ജി സുധാകരനെതിരെ പ്രതിരോധം ശക്തമാക്കി CPIM. സുധാകരന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കും. ഇന്ന് മുഴുവൻ ലോക്കൽ കമ്മിറ്റിയും ജനറൽ ബോഡിയും വിളിച്ചു ചേർക്കും. സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത് പുന്നപ്രയിൽ റാലി നടത്താനുമാണ് നീക്കം. അമ്പലപ്പുഴയിൽ എച്ച് സലാം തന്നെ മത്സരിക്കും. അതേസമയം സുധാകരനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് UDF ധാരണ. സുധാകരന്റെ വീടിന് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വീടിന് മുന്നിൽ സുധാകരനെതിരെ ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കുലംകുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കുമെന്നാണ് ബാനറിൽ പറയുന്നത്. ആദിൽ പാലോടിന്റെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. ഇന്നലെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ യോഗമൊക്കെ ചേർന്നിരുന്നു. അത്തരത്തിൽ പ്രതിരോധത്തിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത് CPIM? CPM 15 ഏരിയ കമ്മിറ്റി യോഗങ്ങളും ചേർന്നിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ജി സുധാകരന്റെ വീടിന് മുന്നിലാണ്. എൻ്റെ ഇടതുവശത്താണ് നവനീതം എന്ന പേരുള്ള ജി സുധാകരന്റെ ആലപ്പുഴ പുന്നപ്രയിലെ വീടുള്ളത്. നമുക്ക് ഇടതുവശത്തേക്ക് നോക്കിയാൽ പോലീസിന്റെ കാവൽ കാണാനാകുന്നുണ്ട്. പോലീസിന്റെ കാവൽ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും രൂപത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം സ്വാഭാവികമായും ഉണ്ടായിരുന്നു. പ്രതിഷേധ സാധ്യതയുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു നേതാവ് പാർട്ടി വിട്ടു പോകുമ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് കണക്കിലെടുത്താണ് പോലീസ് ഇന്നലെ രാത്രി മുഴുവൻ സുരക്ഷയിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും പോലീസിന്റെ കാവൽ തുടരുകയാണ്. പുന്നപ്ര പോലീസിന്റെ നേതൃത്വത്തിലാണ് ഒരു ഭാഗത്ത് ഇടതുഭാഗത്ത് സുരക്ഷയെങ്കിൽ വലതുഭാഗത്തേക്ക് വന്നാൽ ഹണി തങ്കമൻ ക്യാമറ തിരിച്ചാൽ ഇവിടെ നമുക്ക് കാണാനാകും. നേരത്തെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു തന്നെ ഇവിടെ ഒരു പോസ്റ്റർ പതിപ്പിച്ചിരുന്നതാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, വർഗ വഞ്ചകന് മാപ്പില്ല, വോട്ടില്ല എന്ന രൂപത്തിൽ CPMന്റെ ഈ അമ്പലപ്പുഴ മാത്രമല്ല ഈ ഇവിടെയാണ് ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. എൻ്റെ വലതുവശത്ത് പെട്ടെന്ന് അതിലേക്ക് പോയാൽ കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കും എന്ന് ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലുള്ള ബാനർ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരും മണിക്കൂറിലും എത്തും. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.